RSI indicator main item and relative strength index is a momentum indicator used in technical analysis. Measure the magnitude of recent price changes to evaluate overbought or oversold. Condition is in the price of a stock or other asset. The RSI is displayed as an oscillator, a line graph that moves between two extremes and can have a reading 0 to 100. The indicator was originally developed by J. Wells. RSI indicator main ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്, ഒരു മൂവിംഗ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, മെയിൻ ആയിട്ടും ടെക്നിക്കൽ അനാലിസിസിന് ഇത് യൂസ് ചെയ്യുന്നു. മെയിൻ ആയിട്ടും അതിന്റെ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്താണ് അതിന്റെ പ്രൈസ് ചേഞ്ച്, റീസെന്റ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ച് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും 3 ദിവസങ്ങളുടെയാണ് അനലൈസ്. 3 എന്ന് പറഞ്ഞാൽ 6 ഡേ, 12 ഡേ, 24 ഡേ. ഓക്കെ, 6, 12, 24. Stochastic RSI. RSI 6, RSI 12 ആൻഡ് RSI 24. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടും അതിന്റെ മൂവിംഗ് ആവറേജ് ആണ്. ഓക്കെ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രൈസ് ക്ലോസ് ആവുന്നത് വെച്ച് 6 ദിവസത്തെ പ്രൈസ് ക്ലോസ് ആവുന്ന, ഓപ്പൺ ആവുന്നതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. 6 ദിവസത്തെ, 12 ദിവസത്തെ, 24 ദിവസത്തെ. നമ്മൾ നോർമലായിട്ട് നോക്കുമ്പോൾ ഹൈ ആക്യുറസി കിട്ടുന്ന RSI 6-നാണ്, 6 ഡേയ്സിന്റെ മൂവിംഗ് ആവറേജിനാണ്. ഓക്കെ, അപ്പം ആ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ബാക്കി ലോങ് ടൈമിലേക്കാണെങ്കിൽ 24 ഡേയ്സ് എടുക്കാം, 12 ദിവസം എടുക്കാം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The RSI is displayed as an oscillator. ഓസിലേറ്റർ പോലെ ഷോ ചെയ്യുന്നു, ലൈൻ ഗ്രാഫ് that moves between two extremes and can have a reading from 0 to 100. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഈ മൂവിംഗ് ഓസിലേറ്റർ ആയിട്ട് ഷോ ചെയ്യുന്നത്. ഇവിടെ 0, ഇവിടെ 100. ഇവിടെ കാണുന്നുണ്ട്, ഇത് 30, 60, 90 കാണിക്കുന്നുണ്ടോ? 0 to 100 ആണ്. ഓക്കെ, ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ഏറ്റവും മുകളിൽ 100 ആണ്. അപ്പം അതിന്റെ അനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 0 to 100 മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓസിലേറ്റർ. അപ്പം അതിനനുസരിച്ച് ഓവർബോട്ട്, ഓവർസോൾഡ് എന്ന കാര്യങ്ങൾ. ഇറ്റ് ഹാസ് 3 lines, RSI 6 day, 12 day and RSI 24 day. Okay, to give you an overbought and oversold for comparison. 6 days for 1 week comparison, 12 days for 2 weeks, 24 days. നമുക്ക് നോർമലായിട്ട് അറിയാം, 6 ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച, 12 ദിവസം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച, 24 days എന്ന് പറഞ്ഞാൽ 3 ആഴ്ച. To be safe side, all lines should be cross 80. ശ്രദ്ധിക്കുക, all lines should be cross 80 for overbought, okay, and cross 30 for oversold. നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഈ കർസർ കൊണ്ട് വെച്ചിരിക്കുന്നിടത്ത് RSI എത്രയാണ്? 6 ഡേയുടെ RSI എത്രയാണ്? 61.24. നോർമലായിട്ട് നമ്മൾ പറഞ്ഞത് ഓവർ ബോട്ട് 2 വേർഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കുക, ഓവർ ബോട്ട് ആൻഡ് ഓവർ സോൾഡ്. BOUGHT. ഓവർ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടുതലായിട്ട് സാധനം മേടിച്ച് എന്ത് ചെയ്യും? നമ്മള് ഹോൾഡ് ചെയ്ത് വെക്കില്ല, വേറെ ആൾക്കാർ കൊടുത്തില്ലേ? നമ്മൾ സാധനം കൂടുതലായിട്ട് മേടിച്ചു, ഓക്കെ, അത് നമ്മൾ വേറെ സെല്ല് ചെയ്യും. ഓക്കെ, ഓവർ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് മേടിച്ചു, നമ്മൾ കയ്യിൽ എപ്പോഴും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ സെല്ല് ചെയ്യും. ഓവർ ബോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആഫ്റ്റർ ദാറ്റ് ഓവർ ബോട്ട് ഇറ്റ് വിൽ ബി എ സെല്ലിംഗ് പ്രഷർ. ഓക്കെ, അതാണ് ഇവിടെ ഈ പ്ലേസിന് 80 തൊട്ട് 70 to 80 is ഓവർ ബോട്ട്. ഓക്കെ, ഓവർ ബോട്ട് ഏരിയ. ഓക്കെ, ഇപ്പൊ എന്ത് വരും? സെല്ലിംഗ് പ്രഷർ വരും, താഴത്തേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്നപ്പോൾ RSI എത്രയാണ് ഇരിക്കുന്നത്? ഇവിടെ 47. ഓക്കെ, ഇവിടെ ഇപ്പം ഇങ്ങനെ ഷോ ചെയ്യുന്നതാണ്, പക്ഷെ എന്നാലും ബിലോ 30 ആണ് നമുക്ക് കൂടുതലായിട്ട് മേടിക്കാനുണ്ട്. ബിലോ 30 ഇപ്പം RSI ഇരിക്കുന്ന RSI ഇപ്പൊ ഇരിക്കുന്ന എവിടെയാണ്? RSI 8-ലല്ല ഇരിക്കുന്നത്. 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ റെഡ് ക്യാൻഡിലിന്റെ ഇവിടെ നോക്കുക, ഇവിടെ എന്നാലും ഇവിടെയാണ് കറക്റ്റ്. ഓക്കെ, 8.85 എന്ന് പറഞ്ഞാൽ 30ക്ക് താഴ്ത്തല്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ ആ പ്ലേസിനെ പറയുന്ന പേരാണ് ഓവർ സോൾഡ്. ഓക്കെ, ഓവർ സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കൂടുതലായിട്ട് സെല് ചെയ്തു, എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ബൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആ വേർഡ് നമുക്ക് ഇതായിട്ട് പോവരുത്, കൺഫ്യൂസ് ആയിട്ട് പോവരുത്. അപ്പർ പാർട്ടിന് നമ്മൾ ഓവർ ബോട്ട് എന്ന് പറയും, ലോവർ പാർട്ടിന് എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യേണ്ട സമയത്തുള്ള പാർട്ടിന് ഓവർ ബോട്ട്. നമ്മൾ കൂടുതലായിട്ട് ബൈ ചെയ്തു, നമ്മൾ സെല്ല് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്താണ്? ഓവർ സോൾഡ്. നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്ത് നമ്മൾ സെല്ല് ചെയ്തു, ഓവർ സോൾഡ് ആയി, സോൾഡ് സെല്ലിങ് കൂടുതലായി. ഇനി നമ്മൾ ചെയ്യുന്ന ബൈയിങ് ആണ്. ഓക്കെ,
അപ്പം ബൈ ചെയ്യേണ്ട ഏത് സമയത്താണ് 30 താഴെ വരുമ്പോൾ RSI 30ക്ക് താഴെ വരുമ്പോൾ അല്ലെങ്കിൽ 30 to 40 40ക്ക് നീച്ചെ മോസ്റ്റ് വാളി നമ്മുടെ ആക്യുറസി 30 താഴെയാണ്. അപ്പൊ ആ സമയത്ത് വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ RSI ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ഈ കാണുന്ന ഏതൊക്കെയാണ് ഈ കളറുകൾ, ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? 6 ദിവസം, 12 ദിവസം, 24 ഡേയ്സ്. അതിന്റെ മൂവിംഗ് ആവറേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. RSI ഇപ്പം 39 അല്ലേ കിടക്കുന്നത്. ഈ പ്രൈസ് നമുക്ക് ബൈ ചെയ്യാം. ഇപ്പം ഇവിടെ കാണിക്കും, ഇവിടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് 32 ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ 32 ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ 1 ഡേയുടെ ക്യാൻഡിൽ എടുത്തു. അപ്പം 32 ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ബൈ ചെയ്യാം നമുക്ക്. അപ്പം ഈ RSI ഇൻഡിക്കേറ്ററിന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ബൈ ചെയ്യരുത്. വേറെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇൻഡിക്കേറ്റർ RSI ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ ബൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ബൈ ചെയ്യുമ്പം ഇത് ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പം 32 ആണ് കിടക്കുന്നത്. നമ്മൾ ബൈ ചെയ്യും, പക്ഷേ ചിലപ്പം ആ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ 28 പോവും, ഇവിടെ 25 പോവും, അങ്ങനെ താഴത്തേക്ക് പോവും. ഓക്കെ, നമ്മൾ വേറെ ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്കൽ അനാലിസിസും കൂടി നോക്കിയിട്ടാണ് കൂടുതലായിട്ട് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് RSI give you an idea as to whether a coin is overbought, oversold. Bottom line is oversold line, and price should be bounce up when the indicator touches that line, and the top line is overbought. Okay, should drop when the line is broken. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI മൊമെന്റം ഓസിലേറ്റർ ഡെവലപ്ഡ് 1978. സെയിം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പോപ്പുലർ സെറ്റിംഗ്സ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 2 സെറ്റിംഗ് വെക്കാം. 80 to 20 and 70 to 30. ഈ രണ്ടുമാണ് പോപ്പുലർ ആയിട്ടുള്ള സെറ്റിംഗ്സ്. RSI ഓസിലേറ്റർ യൂസിംഗ് എ കാൽക്കുലേഷൻ ദാറ്റ് കമ്പയർ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് gains in price of days that close above previous day. Okay, gains in price of days that close above previous day close to the price loss on days that close below previous day close. എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് ഓപ്പണും ക്ലോസും ആവുന്നതിനനുസരിച്ചാണ് RSIയുടെ 6 day, 12 day and 24 day മൂവിംഗ് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. The bottom line is we are using to relative strength indicator to indicate the strength in the market as well as the potential for a turn in the market. ഇവിടെ പറഞ്ഞിരിക്കുന്നത് blindly trading with indicated by the RSI is not a fully developed trading plan. The market can stay in those state for a while and continually attempting to trade in the opposite direction. Okay, അപ്പം പിന്നെ നമ്മുടെ അക്കൗണ്ട് 0 ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് RSI ഇൻഡിക്കേറ്ററിനെ അന്ധമായിട്ട് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇനി വേറെ 2 ഇൻഡിക്കേറ്ററിനെ പഠിപ്പിക്കും. അപ്പൊ ആ ഇൻഡിക്കേറ്റർ കൂടി അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു അനാലിസിസ് വരും. അല്ലാതെ ഈ ഇൻഡിക്കേറ്റർ മാത്രം ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. RSI ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞ. ഇവിടെ മുകളിൽ ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ കർസർ വെച്ചിരിക്കുന്നിടത്ത് ഇവിടെ കാണിക്കുന്നുണ്ടോ RSI 6 day, 12 day, 24 day. 6 ദിവസം, 12 ദിവസം, 26 ദിവസം. അപ്പൊ നമ്മൾ നോക്കുമ്പം നമ്മൾ വെച്ച് നോക്കുമ്പം ഇവിടെ കാണുന്ന 74 ആണ്. 70-നും 80-നും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓവർ ബോട്ട് എന്നാണ് അതിന് പറയുന്നത്. കൂടുതലായിട്ട് മേടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി സെല്ല് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പിന്നീട് താഴ്ത്തി ഇവിടെ നോക്കുക. 20 ആണ് വന്നിരിക്കുന്നത്. 30-ന്റെ താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഓവർ സോൾഡ് എന്നാണ് ആ ഏരിയന് പറയുന്നത്. ഓക്കെ, അപ്പൊ 30-ന് താഴെ വന്നാൽ നമുക്ക് ബൈ ചെയ്യാം. 70-നോ അല്ലെങ്കിൽ 80-നോ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. അതിനാണ് ഓവർ ബോട്ട് ആൻഡ് ഓവർ സോൾഡ് എന്ന് പറയുന്നത്. അത് മൂവിംഗ് ആവറേജ് വെച്ച് 6 ദിവസം, 12 ദിവസം, 26 ദിവസത്തിന് മൂവിംഗ് ആവറേജ് എടുത്താണ് നമ്മൾ നോക്കുന്നത്. 6 ദിവസം ആണ് കൂടുതലായിട്ട് ആക്യുറസി. 6 ദിവസത്തിന് 30-ന് താഴെ പോയി കഴിഞ്ഞാൽ മേടിക്കാം. അതുപോലെ തന്നെ 70-നും 80-നൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, പിന്നെ സ്റ്റോക്കാസ്റ്റിക് RSIനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം. എന്നാലും ഒരു സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ സ്റ്റോക്കാസ്റ്റിക് RSI ശ്രദ്ധിക്കുക. സ്റ്റോക്കാസ്റ്റിക് RSIയിൽ കുറച്ചും കൂടി ആക്യുറസി ഉണ്ട്. ഓക്കെ, 14 ഡേയ്സിലാണ് നോക്കുന്നത് മെയിൻ ആയിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക. ഈ മാർക്കറ്റ് ഡൗൺ വേസ് വരുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ? ഇത് കേവ് നന്നായിട്ട് കേവ് ആയിരിക്കും. ഓക്കെ, ഇത് ഡൗണിലേക്ക് ഈസി ആയിട്ട് ഡൗണിലേക്ക് വരും. ഇത് കണ്ടോ? ഇവിടെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇത് അപ്സൈഡ് അല്ലേ? ഇപ്പൊ എടുത്തിരിക്കുന്ന സ്റ്റോക്കാസ്റ്റിക് RSI ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് വയ്ക്കുമ്പോൾ അപ്സൈഡ് അല്ലേ?
അപ്പം ഇവിടെ കണ്ടോ സ്റ്റോക്കാസ്റ്റിക് കാറോസെൽ കണ്ടോ, നന്നായിട്ട് കേർവ് ഉണ്ടാവും. 6 track മോഷൻ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, അതുപോലെ ഡൗൺ സൈഡ്, ഇവിടെ ഡൗൺ സൈഡ് ആണ്, അപ്പൊ ഇവിടെ ഡൗൺ സൈഡ്. ഓക്കെ, ഇനി ഇത് അപ്പിലേക്ക് വന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ വരുന്നുണ്ടോ 1 day ആണ്. ഞാൻ 4 hours എടുക്കാം. ഓക്കെ, 4 hours എടുക്കുമ്പോ എങ്ങനെയാണ്, മോസ്റ്റ് പ്രോബ്ലി 4 hours ഇസ് ആക്യുറസി. ഓക്കെ, ഇനിയിപ്പം ഇത് ഡൗണിലാണ് വന്നിരിക്കുന്നത്, പതുക്കിന് അപ്പിലേക്ക് വരാനായിട്ട് നോക്കിയാണ്. Subscribe now.